ട്രേഡിംഗിൽ കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് നേടാനാകുന്നവർ എന്താണ് വ്യത്യസ്തമായി ചെയ്യുന്നത്? അവർ ഫോളോ ചെയ്ത സീക്രട്ട് ഹാബിറ്റ്സ് എന്തൊക്കെയാണ്? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം സ്മാർട്ട് ട്രേഡേഴ്സിന്റെ 5 ഡെയിലി ഹാബിറ്റ്സ്. നിങ്ങളും ട്രേഡിംഗ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ, അല്ലെങ്കിൽ ഇയേഴ്സായി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവരാണോ? എന്നാലും ഈ ഹാബിറ്റ്സ് അപ്ലൈ ചെയ്താൽ ഗെയിം തന്നെ ചേഞ്ച് ആവും. ഹാബിറ്റ് നമ്പർ 1, മാർക്കറ്റ് സ്റ്റഡി. ദിവസവും അനലൈസ് ചെയ്യുക. സ്മാർട്ട് ട്രേഡേഴ്സ് മാർക്കറ്റിൽ എൻട്രി എടുക്കുന്നത് റാൻഡമായി അല്ല. അവർ ദിവസവും ചാർട്ട് നോക്കും, പ്രൈസ് മൂവ്മെന്റ് മനസ്സിലാക്കും, ട്രെൻഡ് അനാലിസിസും ചെയ്യും. ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, സപ്പോർട്ട് റെസിസ്റ്റൻസ്, വോളിയം അനാലിസിസ് ഇവയെല്ലാം അവർ ദിവസേന കുറച്ച് സമയമെങ്കിലും നോക്കും. അവർക്ക് ട്രേഡിംഗ് ഡേ തുടങ്ങും മുമ്പ് തന്നെ ഒരു പ്ലാൻ ഉണ്ടാകും. അതിനാൽ നിങ്ങൾക്കും ഒരു റുട്ടീൻ ഉണ്ടാകണം. മോർണിംഗ് മാർക്കറ്റ് സ്കാൻ എന്നതുപോലെ മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നവരാണ് സർവൈവ് ചെയ്യുന്നത്. ഹാബിറ്റ് നമ്പർ 2, മൈൻഡ് സെറ്റ് കൺട്രോൾ അഥവാ ഇമോഷണൽ ഡിസിപ്ലിൻ. ഇമോഷൻ കൺട്രോൾ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇല്ല. മാർക്കറ്റ് ഗ്രീൻ ആയാൽ എക്സൈറ്റ്മെന്റ്, റെഡ് ആയാൽ പാനിക്. ഇതാണ് മെജോറിറ്റി ട്രേഡേഴ്സിന്റെയും പ്രശ്നം. പക്ഷേ സ്മാർട്ട് ട്രേഡേഴ്സിന് ഇമോഷൻ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. അവർ ഓരോ ഡിസിഷനും ലോജിക് അടിസ്ഥാനമാക്കിയാണ് എടുക്കുന്നത്, ഫീലിംഗ്സ് കൊണ്ടല്ല. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുമ്പോൾ അവർ ബ്ലെയിം ചെയ്യില്ല, അവർ അനലൈസ് ചെയ്യും. അവരുടെ ഈ വാക്കുകൾ ഒരിക്കലും മറക്കരുത്. ഇൻ എ ട്രേഡിംഗ്, ഡിസിപ്ലിൻ ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ പ്രഡിക്ഷൻ. അതിനാൽ നിങ്ങൾക്കും ഡെയിലി മെഡിറ്റേഷൻ അല്ലെങ്കിൽ മൈൻഡ് കൺട്രോൾ ആക്ടിവിറ്റി ആഡ് ചെയ്യൂ. ഫോക്കസ്ഡ് ട്രേഡർ ആകാൻ അത് സഹായിക്കും. ഹാബിറ്റ് നമ്പർ 3, ട്രേഡിംഗ് ജേർണൽ. റെക്കോർഡ് എവരിതിങ്. സ്മാർട്ട് ട്രേഡേഴ്സ് എല്ലാം എഴുതി നോട്ട് ചെയ്യും. ഏത് ട്രേഡ് എൻട്രി എടുത്തു, എന്തുകൊണ്ടാണ് എടുത്തത്, എന്തായിരുന്നു റിസൾട്ട്, എല്ലാം നോട്ട് ചെയ്യും. അതുകൊണ്ട് അവർക്ക് ഓരോ മിസ്റ്റേക്കിനും ഒരു ലെസൺ ലഭിക്കും. ഒരു വിന്നിംഗ് ട്രേഡ് ആയാലും ലൂസിംഗ് ട്രേഡ് ആയാലും അവർ അതിന്റെ കാരണം മനസ്സിലാക്കും. ട്രേഡിംഗ് ജേർണൽ ഇല്ലാതെ ഗ്രോ ചെയ്യുക ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. സോ നിങ്ങളും ഇന്ന് തന്നെ ഒരു ട്രേഡിംഗ് ജേർണൽ സ്റ്റാർട്ട് ചെയ്യൂ. അതിനാൽ നിങ്ങളുടെ പെർഫോമൻസ് ഹിസ്റ്ററി ഉണ്ടാകും. അത് തന്നെയാണ് നിങ്ങളുടെ ബെസ്റ്റ് ടീച്ചർ. ഹാബിറ്റ് നമ്പർ 4, റിസ്ക് മാനേജ്മെന്റ്. ക്യാപിറ്റൽ കാത്തു സൂക്ഷിക്കുക. സ്മാർട്ട് ട്രേഡേഴ്സിന്റെ ഏറ്റവും വലിയ രഹസ്യം എന്തെന്നാൽ അവർ ക്യാപിറ്റൽ സംരക്ഷിക്കും. അവർ ഒരിക്കലും എല്ലാ പണവും ഒരേ ട്രേഡിൽ ഇടാറില്ല. 2% അല്ലെങ്കിൽ 3% മാത്രമേ സിംഗിൾ ട്രേഡിൽ റിസ്ക് എടുക്കൂ. അതുകൊണ്ടാണ് അവർക്ക് ലോങ് ടേം സർവൈവ് ചെയ്യാൻ കഴിയുന്നത്. ഇൻ ട്രേഡിംഗ്, വിന്നിംഗ് ഈസ് നോട്ട് എവരിതിങ്, സർവൈവ് ഈസ്. അതിനാൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഹാബിറ്റ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ്. സ്റ്റോപ്പ് ലോസ്, പൊസിഷൻ സൈസിംഗ് ഇവ ട്രേഡ് തുടങ്ങും മുമ്പ് തന്നെ ഫിക്സ് ചെയ്യുക. ഹാബിറ്റ് നമ്പർ 5, കണ്ടിന്യൂസ് ലേണിംഗ്. സ്റ്റഡി നെവർ സ്റ്റോപ്സ്. സ്മാർട്ട് ട്രേഡേഴ്സ് അതിനോടൊപ്പം ഇവോൾവ് ചെയ്യും. അവർ പുതിയ സ്ട്രാറ്റജി പഠിക്കും, ബുക്സ് വായിക്കും, മാർക്കറ്റ് ന്യൂസ് ഫോളോ ചെയ്യും. ഡെയിലി 15 തൊട്ട് 30 മിനിറ്റ്സ് ലേണിംഗ് ടൈം സെറ്റ് ചെയ്യൂ, ലൈക്ക് യൂട്യൂബ് വീഡിയോസ്, ബുക്സ് ഓർ മാർക്കറ്റ് ന്യൂസ്. നിങ്ങൾ ഈ വാക്കുകൾ ഓർക്കുക: ദ മോർ യു ലേൺ, ദ മോർ യു ഏൺ. ട്രേഡിംഗ് സ്കിൽ ഷാർപ്പൻ ചെയ്യുന്നത് നിങ്ങളുടെ ഡെയിലി റുട്ടീൻ ആക്കൂ. അപ്പോൾ ഈ 5 ഹാബിറ്റ്സ് നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്പർ 1, ഡെയിലി മാർക്കറ്റ് സ്റ്റഡി. നമ്പർ 2, ഇമോഷണൽ ഡിസിപ്ലിൻ. നമ്പർ 3, ട്രേഡിംഗ് ജേർണൽ. നമ്പർ 4, റിസ്ക് മാനേജ്മെന്റ്. നമ്പർ 5, കണ്ടിന്യൂസ് ലേണിംഗ്. ഇത് നിങ്ങളുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്താൽ നിങ്ങൾക്കും കൺസിസ്റ്റന്റ് പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാം. സോ ഗൈസ്, ഇതേപോലത്തെ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.